ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ആരാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ ആരാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം തരാം, ഒരു വെളിച്ചം തരാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ വാഗ്ദാനം ചെയ്ത, പ്രോമിസ് ചെയ്ത ഒരു വ്യക്തി. അത് ചെറിയ പ്രകാശമൊന്നുമല്ല, വലിയ രീതിയിലുള്ള പ്രകാശം തരാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ ഈ കല്യാണ വീടുകളിലൊക്കെ ഉള്ള ലൈറ്റ് കണ്ടിട്ടില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ചില ഷോപ്പിംഗ് മാളുകളിലെ ലൈറ്റ് കണ്ടിട്ടില്ല? അത്രയും പ്രകാശം നിങ്ങൾക്ക് ജീവിതത്തിൽ ഞാൻ തരാം എന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ച് അവസാനം നിങ്ങൾ പ്രകാശം കൊടുക്കേണ്ടി വന്നു. ഈ ആളുടെ വാക്കുകളിൽ നിങ്ങൾ ആകൃഷ്ടനായി, അല്ലാന്നുണ്ടെങ്കിൽ ആകൃഷ്ടയായി. ഏത്? ഈ പ്രകാശം പരത്തുന്ന പ്രകാശന്റെ വാക്കുകളിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രകാശം പരത്തുന്ന പ്രകാശിയുടെ വാക്കുകളിൽ നിങ്ങൾ ആകൃഷ്ടനായി അല്ലെങ്കിൽ ആകൃഷ്ടയായി. ആ വ്യക്തികളുടേതായിട്ടുള്ള ആ വാക്കുകൾ കൊണ്ട് അമ്മാനെ മാടാനായിട്ട് നല്ല രീതിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പ്രകാശം നടത്തുന്ന പ്രകാശൻ അല്ലെങ്കിൽ പ്രകാശി. കാരണം നിങ്ങൾ അതിൻ്റെ അകത്ത് വിശ്വസിച്ചു. ഈ എന്താ പറയാ, അയണും മാഗ്നറ്റും പോലെ നിങ്ങൾ അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുകയും ചെയ്തു. അവസാനം നിങ്ങൾക്ക് പ്രകാശം തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രകാശം കൊടുക്കേണ്ട കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടായി. കാരണം നിങ്ങൾ ആ രീതിയിൽ എന്താ പറയാ, ഇവരുടേതായിട്ടുള്ള ഒരു ബിഗിനിങ് സ്റ്റേജ് കാര്യങ്ങളിൽ നിങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് നിങ്ങളറിയാതെ തന്നെ വിശ്വസിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു എന്താ പറയാ, വിട്ടുപോരാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. മാനസികമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒന്നിപ്പിക്കുന്ന ഏതെങ്കിലും കണ്ണികൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാം. കാരണം നിങ്ങൾക്ക് വിട്ടുപോരാൻ പറ്റാത്ത എന്തോ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നടന്നു. കാരണം ഈ പ്രകാശം പരത്തുന്ന ആളുകൾ നിങ്ങളെ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് ഒരാളെ എത്രത്തോളം ഇരുട്ടിന്റെ ഇതിലോട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഇരുട്ട് കാണിച്ചു വന്നു ജീവിതത്തിൽ. അല്ലെങ്കിൽ എന്താ പറയാ,
ഒന്നല്ലെങ്കിൽ അത് മാനസികമായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ വിലയില്ലാത്ത സാഹചര്യങ്ങൾ തന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ നോക്കിയിരിക്കേണ്ട അവസ്ഥയൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചിട്ടുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ പല സാഹചര്യങ്ങളും വന്നപ്പോൾ നിങ്ങളല്ല പ്രയോറിറ്റി, ഈ വ്യക്തിക്ക് പല വേറെ കാര്യങ്ങളും പ്രയോറിറ്റി ആയിട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അരങ്ങേറിയിട്ടുണ്ടാവാം. പല വിധത്തിലുള്ള സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള പല പരിപാടികളും ഈ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിലോ നിങ്ങളുടെ മുമ്പിലോ കാഴ്ചവെച്ചിട്ടുണ്ടാവാം. കാരണം നിങ്ങളെ പിടിച്ചൊന്ന് കുലുക്കിയിട്ടുണ്ട് ഈ വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നന്നായിട്ട് കുലുങ്ങുകയും ചെയ്തു, ഒന്ന് നടുങ്ങി നിൽക്കുകയും ചെയ്തു. കാരണം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മാനസികാവസ്ഥയിൽ കൂടി ശാരീരികാവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകേണ്ട സാഹചര്യം എല്ലാം ഈ പ്രകാശം വാഗ്ദാനം ചെയ്ത വ്യക്തി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. കാരണം നിങ്ങൾ വിശ്വസിച്ചത് വാക്കുകളെയാണ്, പ്രവർത്തികളെ അധികം കാണാതെ വാക്കുകളെ കൊണ്ട് ഈ വ്യക്തി വിശ്വസിപ്പിച്ചെടുത്തു. നിങ്ങളുടേതായിട്ടുള്ള A to Z കാര്യങ്ങൾ പഠിച്ചെടുത്തു. നിങ്ങളുടേതായിട്ടുള്ള മെന്റലി ഉള്ള പോയിന്റ്സ് ആയിരിക്കാം, ഫിസിക്കലി ഉള്ള പോയിന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ പറ്റി കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം എവിടെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ള കാര്യമായിരിക്കാം. A to Z കാര്യങ്ങൾ പഠിച്ചെടുത്തു. നിങ്ങൾ ഓവറായിട്ടെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തു. കാരണം നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു വ്യക്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില സമയത്ത് നല്ല രീതിക്ക് ഓവർ ഷെയറിങ് നടത്തും. ഒരു 70% ആളുകൾ, ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന 70% ആളുകൾ. പിന്നെ നിങ്ങൾ അയ്യോ അത്രത്തോളം ഒന്നും പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊന്നും വേണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് ചില സമയത്ത് ഇരിക്കുകയും ചെയ്യും. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വരാൻ പോകുന്നത്. ഇപ്പൊ കമന്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആരും വരണ്ട, എനിക്കാരെയും വേണ്ട, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള സ്വഭാവമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള പരിപാടികളോ ഒന്നും പിടികിട്ടാറില്ല. ചില സമയത്ത് നല്ല രീതിയിലിരിക്കും, ചില സമയത്ത് നിങ്ങൾക്ക് പോലും ഈ ലോകത്ത് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവ കാര്യങ്ങളൊക്കെ കാണിക്കും. പല വിധത്തില് പല രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ ചില സമയത്ത് നിങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ കാണിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ മനസ്സ് നല്ല രീതിക്ക് മെൽട്ടാകും. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മനസ്സ് കല്ലാക്കി നിർത്തും ചില സമയത്ത്. പക്ഷെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ, ചെറിയ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരാവശ്യമില്ലാത്ത ആളുകളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വ്യക്തി മെൽട്ടാവുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മാനസിക ബുദ്ധിമുട്ടിലാക്കുന്നത്. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ എന്താ ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നെ എന്താണ് ഇനിയും ഒന്ന് പരിഗണിക്കാത്തത്, എൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് എന്താ പറയാ പരിഹരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കുറച്ചു പേര് ആലോചിക്കുന്നത് എനിക്കിനി ഇയാളെ ഏറ്റെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു 20% ആളുകളും ഉണ്ട്. പക്ഷെ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഒരു പുതിയ ഒരു റിലേഷൻ, ലവ് റിലേഷൻ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ, പുതിയ ഒരു ബന്ധം, പുതിയ ഒരു വ്യക്തി ബന്ധം, പുതിയ ഒരു അറ്റ്മോസ്ഫിയർ, പുതിയ ഒരു കാര്യങ്ങൾ, പുതിയ ഒരു എനർജീനെ പരിചയപ്പെടൽ, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യൽ,
എല്ലാം കാണുന്നുണ്ട്. അത് ലവ് റിലേഷൻ തന്നെ വേണമെന്നില്ല, അത് നിങ്ങൾ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം ഇവിടെ ഒരു വ്യക്തി തന്നെയാണ്, അതൊരു പുതിയ ഒരു ആള്, പുതിയ ഒരു എനർജി, പുതിയ ഒരു കാര്യങ്ങൾ എല്ലാമായിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. കുഴഞ്ഞു മറിഞ്ഞാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഏകദേശം ഒരു അവിയൽ പോലെ ഉള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. അത് തന്നെ. എനിക്ക് വയ്യ. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഏകദേശം ഒരു അവിയൽ പോലെ കുഴഞ്ഞു മറിഞ്ഞ് ഇരിക്കുന്നു. ഒരു കൺഫ്യൂഷൻ അവസ്ഥ, ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ റിക്കവേർഡ് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും റിക്കവർ ആകാൻ പറ്റാത്ത ഒരവസ്ഥ, പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ആകാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ നിങ്ങൾ നിൽക്കുവാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, വ്യക്തിബന്ധത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ എന്തൊക്കെയോ ടെൻഷൻസ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു എനർജീനെ നിങ്ങൾ എന്തായാലും പരിചയപ്പെടും. അത് അവനവനാണ് തീരുമാനിക്കേണ്ടത്. അത് ഏത് രീതിയിലുള്ള ബന്ധത്തിലാണ് കൊണ്ടുപോകേണ്ടതെന്ന്. ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ടുപോകണോ, ഇനിയിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ ബ്ലഡ് റിലേഷൻ അല്ലാന്നുണ്ടെങ്കിലും എത്രയോ പേര് സ്വന്തം പെങ്ങളെ പോലെ നോക്കുന്നു, സ്വന്തം ആങ്ങളേനെ പോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ കൊണ്ടുപോകണോ, ഇനിയിപ്പോ ഒരു ലവ് റിലേഷൻ ആയിട്ടുള്ള രീതിയിലാണോ കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക. കാരണം എന്തായാലും അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യവുമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോയ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇരുട്ടിന്റെ മൂർധന്യാവസ്ഥ കാണിച്ച വ്യക്തിയും നിങ്ങളുടെ അടുത്തോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ് വരുന്നത്. എന്നല്ലെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സംസാരം ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാരത്തിന്റെ കാര്യങ്ങൾ എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.